കയ്യും കൂടെ വേണ്ട. നിന്നെ കൊണ്ട് ആദ്യമായിട്ട് പുറത്തിറങ്ങിയതാ. വഴി കിടന്ന് അലവലായിട്ട് വഴക്കുണ്ടാക്കിയാലേ അതിന് നാളെ എനിക്കാ. അപ്പൊ ഇതാണ് ആ തല്ല്. ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇങ്ങനെ ഒരു സീൻ ഉണ്ട് നമുക്ക് ഈ സിനിമയിൽ എന്നൊക്കെ പറഞ്ഞപ്പോ എന്തായിരുന്നു ഫസ്റ്റ് ഒരു റിയാക്ഷൻ? ഓർമ്മയുണ്ടോ? മലയാളത്തിലെ ഒത്തിരി ഇങ്ങനെ സീരിയസ് റോള്, പക്ഷെ കന്നഡ പടങ്ങൾ അഭിനയിക്കുമ്പോൾ ആകെ ആ പടത്തിൽ നമുക്ക് ഉള്ളത് ഒരു വില്ലന്റെ മോളായിട്ട് അഭിനയിക്കില്ല. ആ സമയത്ത് 3 സോങ്, പിന്നെ 3 ഫൈറ്റ്. ഹീറോ ഫൈറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈ പുറവെന്ന് നിൽക്കും, ഇങ്ങനെ നോക്കും, ഇല്ല ഏതോ ചെടി മരങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ നിന്ന് നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. പിന്നെ വില്ലൻ വന്ന് എന്തെങ്കിലും ഇങ്ങനെ പിടിച്ചാ അടിക്കും. അത്രേ ഉള്ളൂ. പക്ഷെ അത് വിചാരിച്ച് ഇവിടെ വന്നിട്ട് ചെയ്തതാണ് ഈ. അങ്ങനെ ആയിരിക്കും എന്ന് തെറ്റിദ്ധരിച്ച് വന്നിട്ട് ഇവിടെ ആണെങ്കിൽ ഫുൾ ആ 4 പേരുണ്ടായിരുന്നു അല്ലേ? അതെ. എന്തെങ്കിലും പരിക്കുകൾ? നെടുമുടി വേണു സാർ ഭയങ്കര കോമഡി ആയിട്ട് സംസാരിക്കാം. അവരില്ലാത്തത് ഭയങ്കര ഒരു സങ്കടം. എന്റെ ഫേവറേറ്റ് ഹീറോ ആണ് അവർ. ഒത്തിരി ഭയങ്കര സജഷൻ ഒക്കെ കൊടുക്കും. നിങ്ങൾ മിക്കവാറും ഈ പ്രോഗ്രാംസ് പോകുമ്പോൾ വേണു സാറിന്റെയും ഇന്നോസെന്റ് സാറുടെ കൂടെ മാത്രമേ ഞാൻ പോയുള്ളൂ. എന്ന് വെച്ചാൽ അത്ര ഒരു നന്നായിട്ട് ടേക്ക് ഓവർ ചെയ്തിട്ട് നമ്മൾ വിളിച്ചിട്ട് പോകും. അദ്ദേഹത്തിന്റെ മരണസമയത്തും എനിക്ക് തോന്നുന്നു നാട്ടിലുണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് വിളിച്ച് സംസാരിക്കാം, ഇല്ല കാണാമായിരുന്നു. ഇന്നോസെന്റ് ചേട്ടന് കുറച്ച് സുഖമില്ലാതെ പോയ സമയത്ത് ഞാൻ പോയി കണ്ടു. ആകെ ഭയങ്കര ക്ലോസ്, വെരി അപ്സെറ്റ് വിത്ത് ഹിം. എന്തായാലും ഒരു ഓർമ്മ, ഈ ഒരു വിഷ്വൽ കണ്ടപ്പോൾ ചേച്ചിയുടെ മനസ്സിലും കുറെ ഓർമ്മകൾ പോയി. ഞാൻ ഈ ഒരു വിഷ്വൽ കാണിച്ചു തന്നത് ആ ഒരു ഫൈറ്റ് സീനിന്റെ ഒരു കാര്യം ചോദിക്കാനായിരുന്നു. എന്തായാലും യെസ്, നമുക്കറിയാം. കാരണം ഇത്രയും നിങ്ങൾ മൂവീസ് ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു വിഷമം. എന്തായാലും ഈ ഓണക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വിഷമം അധികം നേരം കൊണ്ടുപോവാതെ നമുക്കത് കട്ട് ഓഫ് ചെയ്തിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ഓണത്തല്ല്, അതായത് നമുക്ക് ഇതേപോലെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ പറ്റില്ല. നമുക്ക് ഈ സെറ്റ് സാരിയെ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് പിന്നെ അങ്ങനത്തെ തല്ല് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് വേറൊരു ഓണത്തല്ലുണ്ട്. അതെന്താണ്? വടക്കൻ പാട്ടുകളിൽ ഓണത്തല്ലെന്ന് പറഞ്ഞ പോലെ മറ്റേ വാളും പരിചയൊക്കെ വെച്ചിട്ട് അതൊന്ന് ട്രൈ ചെയ്താലോ? അയ്യോ, ഞാൻ എല്ലാം ഇവിടെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലീസ് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്താൽ മതി. ഒരു 2 സ്റ്റെപ്പ്, 1 2 3. ഇന്നത്തെ ഫൈറ്റ് മാസ്റ്റർ ഞാനാണ്, ഫൈറ്റ് മാസ്റ്റർ സ്വാസിക. ഞാൻ എന്ത് പറഞ്ഞായിരുന്നു അതുപോലെ ചെയ്താൽ മതി. വേറെ പരിക്കൊന്നും പറ്റില്ല. ഓക്കെ, റെഡി? റെഡി. ഓണത്തിന് ഓണത്തല്ലിന് പകരം നമ്മൾ ഓണക്കളരി കളിച്ചു. അതെ, ചിരിച്ചുള്ള കളരി. കാരണം നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല. കറക്റ്റ്. മതി, ഇനി നമുക്ക് ഇരിക്കാം അല്ലേ? അതെ, ഇരുന്നിട്ട് സംസാരിക്കാം.